ഇതിന് ശേഷം ഇതായാൽ മതി. വീണ്ടും വീഡിയോ ഓണാക്കിയാൽ മതി, ബാക്കി ഓക്കെ. എല്ലാവർക്കും ഓഡിബിൾ അല്ലെങ്കിൽ നോക്കിയിട്ട് ഒന്ന് അതെ അതൊന്ന് നോക്കിയിട്ട്, അല്ല അതിപ്പോ എല്ലാവരും ജോയിൻ ചെയ്യുന്നതേ ഉണ്ടാവുമല്ലോ. 5 minutes വെയിറ്റ് ചെയ്യാം. 5 minutes വെയിറ്റ് ചെയ്യാം. ഈ ലിങ്കിലൊന്ന് കയറിക്കോളൂ കേട്ടോ. അത് ഇതിന്റെ വയറായിരുന്നു സോമിന്റെ. ഈ ലിങ്കിൽ കയറിക്കോളൂ കേട്ടോ. നിരതന്റെ ലക്ഷ്മി കൃഷ്ണ ഓക്കെ, നമ്മൾ മീറ്റിംഗ് കണ്ടിന്യൂ ചെയ്യും. ഒരു 2 minutes, കുറച്ച് പേരും കൂടി ലോഗിൻ ചെയ്യാനുണ്ട്. നമ്മൾ ഇതിൻ്റെ ഇടയിൽ സൂമിന്റെ ചെറിയൊരു ഒരു എറർ വന്നുകൊണ്ടാണ്. നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ലിങ്ക് ബ്രേക്ക് ആയതാ, വേറെ ലിങ്ക് അയച്ചു. എല്ലാവരും മൈക്ക് ഒരിക്കൽ കൂടി ഒന്ന് മ്യൂട്ട് ചെയ്യണേ. മൈക്ക് ഒന്ന് മ്യൂട്ട് ആക്കണേ. പോലെ ഒരു മിനിറ്റ് പോലെ. ഹലോ ഹലോ മൈക്ക് കൂടി മ്യൂട്ട് ആക്കണേ. കുറച്ച് പേര് മൈക്ക് ഓൺ ആണ്, മൈക്ക് ഒന്ന് മ്യൂട്ട് ആക്കണേ. സെക്ഷൻ ഉടനെ തന്നെ തുടങ്ങുന്നതായിരിക്കും. ആ എൻ്റെ മ്യൂട്ട് ആക്കണം. മ്യൂട്ട് ചെയ്യണം. മ്യൂട്ട് അല്ലല്ലോ. മ്യൂട്ട്
ഓക്കെ, എല്ലാവരും മ്യൂട്ടാക്കി എന്ന് വിചാരിക്കുന്നു. ഞാൻ വീണ്ടും സെക്ഷൻ റീസ്റ്റാർട്ട് ചെയ്യാണ്. ചെറിയൊരു എറർ വന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. സൂമിന്റെ ഭാഗത്ത് നിന്ന് ഒരു ചെറിയൊരു എറർ വന്നതുകൊണ്ടാണ്. എല്ലാവർക്കും ഓഡിയബിൾ ആണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ലാസ്റ്റ് പറഞ്ഞത് മഗ് എടുക്കണം എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. അതിനുശേഷം അംബർലയുടെ കേസ് പറഞ്ഞപ്പോഴാണ് തോന്നുന്നു എറർ വന്നത്. എല്ലാവരും ആ ഒരു കുട എടുക്കുന്നത് നല്ലതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂറോപ്പിലെ കാലാവസ്ഥ നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. എനി ടൈം മഴ പെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒരു കുട എടുക്കുന്നത് വളരെ ഉചിതമായിരിക്കും. പിന്നെ ഷൂസ്, ചിലർ ചോദിക്കാറുണ്ട്, ഇപ്പോൾ മൗണ്ട് ഇറ്റ്ലിസിൽ പോകുന്നതല്ലേ, അപ്പോൾ സ്നോ ബൂട്ട് വല്ലതും വേണോ, അങ്ങനെ സ്പെസിഫൈ ചെയ്ത് എന്തെങ്കിലും ബൂട്ട്സോ അങ്ങനെ ഷൂസോ എന്തെങ്കിലും വേണോ എന്നുള്ളതാണ്. നമ്മൾ മൗണ്ട് ഇറ്റ്ലിസിൽ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ നോർമൽ ഷൂസ് മതി. ഇനി നിങ്ങളുടെ കയ്യിൽ സ്നോ ബൂട്ട് ഉണ്ടെങ്കിൽ എടുക്കുന്നത് കുഴപ്പമൊന്നുമില്ല, നല്ലതായിരിക്കും. പക്ഷെ ഇനി അതിനു വേണ്ടി നിങ്ങൾ ഒരു സ്നോ ബൂട്ട് വാങ്ങേണ്ട കാര്യമൊന്നുമില്ല. നോർമൽ ഷൂസ് ധാരാളം തന്നെയാണ്. പിന്നെ അവിടെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തിങ്, പാസ്പോർട്ട് പോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് തിങ്ങുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ ഫോൺ സിം കാർഡ് ഇന്റർനാഷണൽ റോമിംഗ് ആക്ടിവേറ്റ് ചെയ്തിരിക്കണം. കാരണം നമ്മൾ പോകുന്ന സ്ഥലമെല്ലാം ഓവർ ക്രൗഡഡ് ആണ്. നമുക്കറിയാം, ഇപ്പോൾ യൂറോപ്പ് ടൂറിസം പീക്ക് സീസണിൽ നിൽക്കുന്ന ടൈമിലാണ് നമ്മൾ യൂറോപ്പ് വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരുവിധം ഡെസ്റ്റിനേഷൻ എല്ലാം ഓവർ ക്രൗഡഡ് ആയിരിക്കും, നല്ല തിരക്കായിരിക്കും. ഈ സമയങ്ങളിലൊക്കെ ചില സമയത്ത് ചില പാസഞ്ചേഴ്സ് അല്ലെങ്കിൽ ചിലൊരു ഫാമിലിനെയൊക്കെ മിസ്സായി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം അവർ എവിടെയെങ്കിലും പെട്ടെന്ന് പോകുന്ന സമയത്ത് ഗ്രൂപ്പിന്റെ അവിടെ നിന്ന് ബൈ മിസ്റ്റേക്കിൽ മാറിപ്പോകും. ഈ സമയത്ത് നമുക്ക് ടൂർ മാനേജർക്ക് അവരെ കോൺടാക്ട് ചെയ്യണോ, അവർക്ക് ടൂർ മാനേജറെ കോൺടാക്ട് ചെയ്യണോ യാതൊരു ചാൻസസും ഇല്ല. വൈഫൈ നമുക്ക് ഹോട്ടലിൽ മാത്രമേ അവൈലബിൾ ആയിരിക്കുള്ളൂ, ഹോട്ടൽ റൂമിൽ മാത്രമേ അവൈലബിൾ ആയിരിക്കുള്ളൂ. ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലൊന്നും ഫ്രീ വൈഫൈ ഒന്നും കിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സിം കാർഡ് എല്ലാവരും ഇന്റർനാഷണൽ ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നത് മസ്റ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അത് നിർബന്ധമാണ്. ഇത് ആക്ടിവേറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാനും എനിക്ക് നിങ്ങളെ കോൺടാക്ട് ചെയ്യാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് സിം കാർഡ് ഇന്റർനാഷണൽ ആക്ടിവേറ്റഡ് ആയിരിക്കണം, റോമിംഗ് ആക്ടിവേറ്റഡ് ആയിരിക്കണം. അതിന് വലിയ ബുദ്ധിമുട്ടുള്ള കേസൊന്നുമല്ല. നിങ്ങളുടെ സർവീസ് പ്രൊവൈഡറുടെ അടുത്ത് വിസിറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും മൊബൈൽ റീചാർജ് ചെയ്യുന്ന ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഒരു 10 ഡേയ്സിന്റെ പാക്കേജ് എടുത്താൽ മതി. ഒരു 3000 to 5000 റുപ്പീസിന്റെ പാക്കേജ് വരികയുള്ളൂ. പക്ഷെ അത് ഒത്തിരി ഉപകാരമാണ്. നിങ്ങൾക്ക് നാട്ടിൽ നിന്നുള്ള കോള് നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടുകയും ചെയ്യും. നിങ്ങൾക്ക് യൂറോപ്പിൽ ഇരുന്ന് തന്നെ നാട്ടിലോട്ട് കോൾ വിളിക്കുകയും ചെയ്യാം. ഡാറ്റയും കിട്ടും. അൺലിമിറ്റഡ് ഡാറ്റ ഉള്ളത് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ സർവീസ് പ്രൊവൈഡർ ഏറ്റവും നല്ലത് വോഡാഫോൺ ഇന്ത്യ, പിന്നെ എയർടെൽ, ജിയോ. BSNLന്റെ സിം ഉള്ളവർ അതിനകത്ത് റോമിംഗ് ആക്ടിവേറ്റ് ചെയ്യരുത്. കാരണം വെച്ച് കഴിഞ്ഞാൽ BSNLന് അവിടെ നെറ്റ്വർക്ക് കവറേജ് വളരെ കുറവാണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്കറിയാം, മറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് ആയിട്ട് ടൈപ്പ് ആയിട്ടായിരിക്കും ഇവരെല്ലാം വർക്ക് ചെയ്യുന്നത്. BSNLന് വളരെ കുറവ് ടൈപ്പ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും BSNLന്റെ ഫോണ് അവിടെ ചെല്ലുമ്പോൾ റോമിങ്ങിൽ സിഗ്നൽസ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നിർബന്ധമാണ് സിം കാർഡ് എല്ലാവരും അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഫാമിലിയിൽ ഒരാളെങ്കിലും ഇന്റർനാഷണൽ റോമിംഗ് ആക്ടിവേറ്റ് ചെയ്ത് നാട്ടിൽ നിന്ന് ആക്ടിവേറ്റ് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. അവിടെ ചെന്നിട്ട് സിം കാർഡ് എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. പലപ്പോഴും അവിടെ ചെന്ന് കഴിഞ്ഞാൽ സിം കാർഡ് എടുത്ത് കഴിഞ്ഞാൽ 48 hours വരെ ആക്ടിവേഷന് ടൈം എടുക്കും. ഇൻ കേസ് നമുക്ക് അവിടെ ചെന്ന് അത് ഓട്ടോമാറ്റിക് ആക്ടിവേറ്റ് ആയില്ലെങ്കിൽ ആ സിം കാർഡ് വാങ്ങിയ കാശ് വേസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൺവീനിയന്റ് എന്ന് പറയുന്നത് നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ നമ്മുടെ നമ്പർ ഇന്റർനാഷണൽ റോമിംഗ് ആക്ടിവേറ്റ് ചെയ്തിട്ട് പോകുന്നതാണ് നല്ലത്. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഡെബിറ്റ് കാർഡോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡോ ഉണ്ടെങ്കിൽ അതും ഇന്റർനാഷണൽ ആക്ടിവേറ്റ് ചെയ്ത് പോകുന്നത് നല്ലതാണ്. ഇൻ കേസ് ഞാൻ പറഞ്ഞില്ല, ഒരു 500 euro എടുത്തത്, പക്ഷെ നിങ്ങൾക്ക് അവിടെ ചെന്ന് ഒരു സാധനം കണ്ട് നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു, പക്ഷെ നമ്മുടെ കയ്യിൽ അത് വാങ്ങാനുള്ള യൂറോ തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് ഇന്റർനാഷണൽ ആക്ടിവേറ്റ് ചെയ്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഈസിയാണ്. അത് വെച്ച് നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഡെബിറ്റ് കാർഡിന്റെയും ക്രെഡിറ്റ് കാർഡിന്റെ മുകളിൽ ഇന്റർനാഷണൽ കാർഡ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അത് മാഡം ഒന്ന് മ്യൂട്ട് ചെയ്യണേ. അത് മീൻസ് നിങ്ങളുടെ കാർഡ് ഇന്റർനാഷണൽ ആക്ടിവേറ്റഡ് എന്നല്ല. ഇന്റർനാഷണലി അത് നമുക്ക് എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നെറ്റ് ബാങ്കിങ് കയറി അത് എനേബിൾ ചെയ്തിട്ട് വേണം പോകാനായിട്ട്. അത് എല്ലാവർക്കും അല്ല, നമുക്ക് ഷോപ്പിംഗ് കുറച്ച് കൂടുതൽ വേണ്ടി വന്നേക്കാം എന്ന് തോന്നുന്നവർ മാത്രം അത് ഇവിടുന്ന് ചെയ്തിട്ട് പോകുന്നതായിരിക്കും നല്ലത്. പിന്നെ ലഗേജ് ഞാൻ നേരത്തെ പറഞ്ഞു 30+7 kg ആണ് നമുക്ക് ബാഗേജ് കൊണ്ടുപോകാൻ പറ്റുന്നത്. 30 kilo ചെക്കിനും 7 kg ഹാൻഡ് ബാഗേജും ആണ് കൊണ്ടുപോകാൻ പോകുന്നത്. മാക്സിമം ഒരു പാസഞ്ചർ ഒരു ബാഗ് എന്നുള്ള രീതിയിൽ ലിമിറ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂറോപ്പിലൊന്നും പോർട്ടർ സർവീസ് അല്ലെങ്കിൽ ബെൽ ബോയ്സിന്റെ സർവീസ് ഒന്നും അവൈലബിൾ അല്ല. നമ്മൾ തന്നെ നമ്മുടെ ബാഗ് ബസ്സിൽ നിന്ന് കയറ്റണം, ബസ്സിൽ നിന്ന് ഇറക്കി റൂമിലോട്ട് എല്ലാം കൊണ്ടുപോകണം. ചില സമയങ്ങളിൽ കണ്ടിട്ട് ഒരു പാസഞ്ചർ 2 ബാഗ് അല്ലെങ്കിൽ 3 ബാഗും കൊണ്ടെല്ലാം വരുന്നതായിരിക്കും. പക്ഷെ ഇത് വലിച്ച് നമുക്ക് റൂമിലോട്ട് എത്തിക്കാൻ നമ്മൾ തന്നെ വേണം, വേറൊരാൾ നമ്മൾ സഹായിക്കാനുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ചെറിയൊരു ബാഗ് അല്ലെങ്കിൽ ഒരു ബാഗ്, ഒറ്റ ബാഗ് അത് എടുക്കുക. അതായിരിക്കും നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ ഏറ്റവും കംഫർട്ടബിൾ വരുന്നത്. പിന്നെ മീല് വരുന്നത് നമുക്ക് ഈ ഗ്രൂപ്പിൽ വരുന്നത് നമുക്ക് ഇന്ത്യനും ലോക്കലും മിക്സഡ് ആയിട്ടുള്ളതാണ്. എന്നാലും മെജോറിറ്റി ഇന്ത്യൻ മീൽ തന്നെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ലോക്കൽ മീല് നമുക്കറിയാം, യൂറോപ്പ് ലോക്കൽ മീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒട്ടും സ്പൈസി ആയിരിക്കില്ല, മസാലാസ് വളരെ കുറവായിരിക്കും. പൊതുവേ നമുക്ക് ലോക്കൽ മീൽ ആയിരിക്കും നമ്മുടെ സൗത്ത് ഇന്ത്യൻസ് ഇഷ്ടപ്പെടാറില്ല. ഗ്രൂപ്പിൽ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മെജോറിറ്റി ഇന്ത്യൻ മീൽ തന്നെയാണ് കൊടുക്കുന്നത്. നമുക്ക് എന്താ പറയുക, തായ്ലൻഡോ അല്ലെങ്കിൽ ചൈന പോലെ നമുക്കൊരു സ്പെസിഫൈ ചെയ്ത് അവിടെ നമുക്ക് അട്രാക്ട് ചെയ്യുന്ന ഫുഡുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ മെജോറിറ്റി ഇന്ത്യൻ മീൽ തന്നെയാണ് കൊടുക്കുന്നത്. ലോക്കൽ മീൽ ഒരു മാക്സിമം 2-3 ലോക്കൽ മീൽ നമ്മൾ കൊടുക്കും. പിന്നെ നമ്മൾ അവിടെ നമുക്ക് ഓരോ ഡെസ്റ്റിനേഷനിലും ടിക്കറ്റ്സ് തരും. ഇപ്പോൾ ഏഫൽ ടവറിന് ടിക്കറ്റ് തരും, അല്ലെങ്കിൽ മൗണ്ട് ടിറ്റ്ലിസിന്റെ ടിക്കറ്റ്, എല്ലാവർക്കും ഓരോ ഇൻഡിവിജ്വൽ ടിക്കറ്റ് തരും. ഈ ടിക്കറ്റ്സ് എല്ലാം നിങ്ങൾ റിട്ടേൺ തിരിച്ച് നമ്മൾ ബസ്സിൽ എത്തുന്നവരെ നമ്മൾ ടിക്കറ്റ് കീപ്പ് ചെയ്യണം. സാധാരണ ഇതിൽ ചില പാസഞ്ചേഴ്സ് നമ്മൾ അതിന്റെ മൗണ്ട് ടിറ്റ്ലിസിന്റെ ടോപ്പിൽ എത്തിക്കഴിഞ്ഞാൽ ടിക്കറ്റ് കളയും, പതിയെ മിസ്സായി പോകും. പക്ഷെ അങ്ങനെയുള്ള പല സന്ദർഭങ്ങളിൽ തിരിച്ചു വരുന്ന സമയത്തും ഈ ടിക്കറ്റ് സ്കാൻ ചെയ്തിട്ട് വേണം തിരിച്ചിറങ്ങേണ്ട അവസ്ഥകളാണ് പല സ്ഥലത്തുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ടിക്കറ്റ് തരുമ്പോൾ ആ ടിക്കറ്റ് നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക. നമ്മൾ തിരിച്ച് ആ ഡെസ്റ്റിനേഷൻ എൻജോയ് ചെയ്ത് തിരിച്ച് ബസ്സിൽ കയറുന്നത് വരെ നമ്മുടെ കയ്യിൽ ടിക്കറ്റ് വേണം. കാരണം പറയുന്നത് യൂറോപ്പിൽ എല്ലായിടത്തും തിരിച്ചു വരുമ്പോൾ ടിക്കറ്റിന്റെ ആവശ്യമുണ്ട്. ഈ എൻട്രി ടിക്കറ്റും അത് റിട്ടേൺ ടിക്കറ്റും കൂടി ചേർത്തിട്ടാണ് അവർ തരുന്നത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ടൈമിംഗ് ആണ്. യൂറോപ്പിൽ ടൈമിംഗ് വളരെ നിർബന്ധമാണ്. നിങ്ങൾ ഒരു പക്ഷേ ഫാർ ഈസ്റ്റ് പോയിട്ടുണ്ടാവും. ഫാർ ഈസ്റ്റിൽ അങ്ങനെ ടൈമിങ്ങിന് ബസ് ഡ്രൈവറിന് അത്ര ടൈമിംഗ് അത്ര ഇമ്പോർട്ടൻസ് അല്ല. അവർ നമുക്ക് നമ്മുടെ സൗകര്യം പോലെ ഇഷ്ടം പോലെ നമുക്ക് വേണ്ടി ഓടിത്തരും. പക്ഷെ യൂറോപ്പ് US പോകുമ്പോൾ ടൈമിംഗ് വളരെ നിർബന്ധമാണ്. കാരണം അവിടുത്തെ കോച്ച് ഡ്രൈവേഴ്സിന് ഒരു ദിവസം ഇത്ര മണിക്കൂർ വാഹനം ഓടിക്കാനുള്ള അനുമതിയുള്ളൂ. അവർ രാവിലെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ആ വാഹനത്തിൽ തന്നെ ഡിജിറ്റലി റെക്കോർഡർ ആയിരിക്കും ആ വണ്ടിയുടെ എൻജിൻ സ്റ്റാർട്ട് ചെയ്ത സമയം തുടങ്ങി വാഹനം മൂവ് ചെയ്യുന്ന സമയം, എത്ര കിലോമീറ്റർ സ്പീഡിൽ വാഹനം പോയി, എവിടെയൊക്കെ സ്റ്റോപ്പ് ആക്കി എന്നുള്ളതെല്ലാം ആ ബസ്സിനകത്ത് തന്നെ ഒരു ഡിജിറ്റൽ റെക്കോർഡർ ഉണ്ട്. ആ റെക്കോർഡിൽ എല്ലാം ഡിജിറ്റലായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. ഇൻ കേസ് പോലീസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ അവർ ഡ്രൈവറോട് ചോദിക്കില്ല എത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് ചോദിക്കില്ല. അവർ പോലീസിന്റെ ലാപ്ടോപ്പ് ഈ ഡിജിറ്റൽ റെക്കോർഡറിലോട്ട് കേബിൾ വഴി കണക്ട് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ഡേറ്റ, അന്ന് രാവിലെ എത്ര മണിക്ക് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തു, എത്ര മണിക്ക് ബസ് ഇവിടുന്ന് മൂവ് ആയി, എത്ര കിലോമീറ്റർ സ്പീഡിൽ പോയി, ഏതെങ്കിലും സ്ഥലത്ത് ഓവർ സ്പീഡിൽ പോയി, ഇതെല്ലാ ഡീറ്റെയിൽസും കിട്ടും. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഡ്രൈവേഴ്സ് ഒക്കെ വളരെ സ്ട്രിക്റ്റ് ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവറുടെ ഉത്തരവാദിത്തമാണ് നമ്മൾ രാവിലെ ഇന്ന ഹോട്ടലിൽ നിന്ന് എത്തിച്ച് തിരിച്ച് അത്ര സമയത്തിനുള്ളിൽ തന്നെ തിരിച്ച് നമ്മൾ അതേ ഹോട്ടലിൽ അല്ലെങ്കിൽ മറ്റൊരു ഹോട്ടലിൽ എത്തിക്കുക എന്നുള്ളത് അവിടുത്തെ കോച്ച് ഡ്രൈവറുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ ആ കോച്ച് ഡ്രൈവേഴ്സ് ആരും തന്നെ പാസഞ്ചേഴ്സ് ലേറ്റ് ആയി ആ പാസഞ്ചേഴ്സിന് വേണ്ടി ഒരാളും വെയിറ്റ് ചെയ്യില്ല. മാക്സിമം 1-2 മിനിറ്റ് ഡ്രൈവർ വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് ആ പാസഞ്ചർ വന്നില്ല, നമ്മളെ ഗസ്റ്റ് വന്നില്ല എന്നുണ്ടെങ്കിൽ ഡ്രൈവർ ബോധർ ചെയ്യില്ല, ഡ്രൈവർ ബസ് മൂവ് ചെയ്യും. പലപ്പോഴും അങ്ങനെ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ടൈമിംഗ് അതുകൊണ്ട് ബസ്സിൽ വെച്ച് ഞാൻ സ്പെസിഫൈ ചെയ്ത് പറയും, ഇത്ര സമയത്താണ് നിങ്ങൾക്ക് മീറ്റിംഗ് പോയിന്റ്, ഇന്ന സ്ഥലത്താണ് മീറ്റിംഗ് പോയിന്റ്. ഇതെല്ലാം കൃത്യമായിട്ട് കേട്ട് ആ ടൈമിൽ കൃത്യസമയത്ത് തന്നെ വരിക. ബസ് ഡ്രൈവർ ഒരിക്കലും നമുക്ക് ഫേവറബിൾ ആയിട്ട് നിൽക്കില്ല. കാരണം ബസ് ഡിലേ ആവുകയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈവർക്ക് ഹ്യൂജ് എമൗണ്ട് പെനാൽറ്റി വരും. അതുകൊണ്ട് തന്നെ അവൻ നമുക്ക് വേണ്ടി ഫേവറബിൾ ചെയ്യില്ല. നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് കൃത്യസമയത്ത് വരിക, കൃത്യസമയത്ത് ബസ്സിൽ കയറുക എന്നുള്ളത്. അത് ഡ്രൈവറുടെ റെസ്പോൺസിബിലിറ്റി അല്ല എന്ന് ഞാൻ ആദ്യമേ തന്നെ പറയുകയാണ്. അതുകൊണ്ട് തന്നെ യൂറോപ്പ് US പോകുന്ന നിങ്ങൾ US ഒക്കെ ചിലപ്പോൾ പോയവരുണ്ടായിരിക്കും, അവർക്ക് അറിയാം. യൂറോപ്പ് ഇതിനു മുമ്പ് പോയവർക്കും അറിയാൻ പറ്റുമായിരിക്കും. ടൈമിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനു മുന്നേ പോയ ടൂറുകൾ പോലെയല്ല യൂറോപ്പ് ടൂർ. ടൈമിംഗ് മസ്റ്റായിട്ട് നമ്മൾ ടൈമിംഗ് കീപ്പ് ചെയ്യണം. അങ്ങനെ കീപ്പ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏകദേശം ബ്രീഫിംഗ് എൻ്റെ ഭാഗത്തു നിന്നുള്ള കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, അൺമ്യൂട്ട് ആക്കിയിട്ട് ചോദിക്കാവുന്ന. നമസ്കാരം, ഞാൻ കണ്ണൂരിൽ നിന്ന് മനോഹരനാണ്. പറയൂ സാറേ. കണ്ണൂരിൽ നിന്നാണ് ഞാൻ. എനിക്ക് തോന്നുന്ന ഒരു ഡൗട്ട് മറ്റൊന്നല്ല, നിങ്ങൾ പറഞ്ഞില്ലേ നമ്മുടെ വാഷ്റൂം ചാർജബിൾ ആണ്. അപ്പോൾ എൻ്റെ ഡേയ്സ് മുഴുവനും വാഷ്റൂമിൽ നമ്മളിപ്പം പകൽ സമയങ്ങളിലൊക്കെ പോകുന്ന യാത്രകളിലൊക്കെ വാഷ്റൂം ഉപയോഗിക്കുമല്ലോ, എല്ലാവരും ഉപയോഗിക്കുമല്ലോ. 1-2 തവണ 2-3 തവണയൊക്കെ വാഷ്റൂം ഒക്കെ ഉപയോഗിക്കേണ്ടി വരുമല്ലോ. അതെ, അപ്പോൾ അതെല്ലാം ചാർജബിൾ ആണോ? എല്ലാം ചാർജബിൾ ആണ്. ഫ്രീ വാഷ്റൂംസ് യൂറോപ്പിൽ. അപ്പൊ ഈ 10 ദിവസവും ചാർജബിൾ ആണ്. നമ്മൾ എവിടെ വാഷ്റൂം നമ്മൾ യൂസ് ചെയ്യുന്നു അവിടെ ചാർജ്. ഹോട്ടലിനകത്ത് വാഷ്റൂം അല്ല, നമ്മൾ പുറത്ത് നമ്മൾ ട്രാവലിൽ എവിടെയൊക്കെ പോകുന്നു അവിടെയെല്ലാം യൂസ് ചെയ്യുമ്പോൾ അവിടെയെല്ലാം ചാർജ് ചെയ്യാറാണ്. അത് പർട്ടിക്കുലർലി പാരീസിൽ മാത്രമാണോ? അല്ല, എല്ലാ ഫ്രീ കിട്ടാറില്ല, മിക്കവാറും ചാർജ് ചെയ്യാറ്. ഓക്കെ, അപ്പൊ ഇതെല്ലാം കൂടെ അപ്പൊ അതിന് വലിയൊരു എമൗണ്ട് തരത്തില്ല. അതെങ്ങനെ അപ്പൊ നിങ്ങൾ പിന്നെ കമ്പനിയാണോ ചെയ്യേണ്ടത്, അല്ലെ സ്വന്തം പോക്കറ്റിന് കൊണ്ടാണോ? ഓരോരുത്തർ അവരവരുടെ എക്സ്പെൻസ് ആണ് അത് എടുക്കുന്നത്, വാഷ്റൂം യൂസ് ചെയ്യുന്നത്. ഓക്കെ 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 ഓക്കെ. ഈ ഇതില് എന്റെ പേര് വേണുഗോപാല്. ഹലോ. പറയൂ സാർ. വേണുഗോപാൽ സാർ പറയൂ. ഇതില് ഇപ്പൊ പറഞ്ഞുവല്ലോ ഒരു ഓപ്ഷണൽ ടൂർ, അങ്ങനെ ഓപ്ഷണൽ ടൂർ ഒന്നും ഇല്ലല്ലോ. 12 യൂറോ എന്ന് പറഞ്ഞല്ലോ. എല്ലാ ഓപ്ഷണൽ ടൂർ ഒന്നും ഇല്ലല്ലോ ഇതില്.
അല്ലല്ല, ടൂറില്? ഞാൻ പറഞ്ഞത് മൗണ്ട് ടിറ്റ്ലിസിന്റെ മുകളിൽ ഒരു ഐസ് ഫ്ലയർ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്. അത് ഓപ്ഷണലായിട്ടാണ്. അത് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം പോയാൽ മതി. കുറച്ച് അഡ്വഞ്ചറസ് ആണ്. എന്താണ് ഐസ്? ഐസ് ഐസ് ഫ്ലയർ, ഫ്ലെയർ. ഫ്ലയർ, ഓക്കെ. ഫ്ലയർ ഓക്കെ. പറക്കുക. ഐസ്, ഫ്ലയർ. ICEFLYER, ഐസ് ഫ്ലയർ. നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു ഫ്ലയർ. നോക്കിയത് ഫ്ലയർ. ഫ്ലയർ, ആ യൂട്യൂബിൽ ആ അടിച്ചു ആ നോക്കിയാൽ ഓക്കെ. നിങ്ങൾക്ക് കിട്ടും. ഓ, അത് മുകളിൽ എത്തി കഴിഞ്ഞിട്ട് അല്ലേ? ആ ഓക്കെ. ടോപ്പിലെത്തിയിട്ട് ഓപ്ഷണൽ ടൂറാണ് അത്. ഏറ്റവും ടോപ്പിൽ മൗണ്ട് ടിറ്റ്ലിസ് 10,000 മുകളിൽ എത്തിയിട്ട് അവിടെ വെച്ച് കിടക്കുന്ന ഒരു ഓപ്ഷണൽ ടൂറാണ്. അത് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അത് ശരി. അതിനൊക്കെ എത്ര ഓക്കെ. ചാർജ് ആവും? അത് നിയർലി ഒരു 12 യൂറോ ആണ് പെർ ഹെഡ് വരുന്നത്. കുട്ടികൾക്ക് ഒരു ഡിസ്കൗണ്ട് ഉണ്ട്. യൂഷ്വലി മോർണിംഗിൽ എപ്പോഴാണ് സ്റ്റാർട്ട് ഡെയിലി? നമുക്ക് അതിന്റെ ഫൈനൽ മോർണിംഗ് ഒരു 8:30 അല്ലെങ്കിൽ 8:15 ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് യൂഷ്വലി. ഓക്കെ. ഈ യൂണിവേഴ്സൽ അഡാപ്റ്റർ എന്ന് പറഞ്ഞത് അവിടുത്തെ പിന്നുകളെല്ലാം റൗണ്ട് ആണോ? കുത്തുന്നത് ഏതാ? റൗണ്ട് ആണോ? റൗണ്ട് 2 പിന്നാ വരുന്നത്. UK മാരിയല്ല? UK മാതിരി ചില പിന്നുകൾ ഇത് ചെയ്യും, എന്നാലും ഒരു അഡോപ്റ്റർ എടുക്കുന്നത് നല്ലതാണ്. ഓ, 2 പിന്നാണ് വരുന്നത് അല്ലേ? അത് ശരി. 2 പിന്നാണ് വരുന്നത്. പക്ഷെ സ്ക്വയർ അല്ല, കുത്താനുള്ള പിന്ന് റൗണ്ട് ആണ് അല്ലേ? കുത്താനുള്ള പിന്നും അതിന്റെ ഒരു സോക്കറ്റും ചില സ്ഥലത്ത് റൗണ്ട് ആണ് വരുന്നത്. നമ്മുടെ പിന്ന് നമ്മുടെ നോർമൽ മൊബൈൽ ചാർജർ ചിലപ്പോൾ കറക്റ്റ് ആയിട്ട് സൂട്ട് ആയിട്ട് ആ സോക്കറ്റിൽ കയറണമെന്നില്ല. അല്ല, ഞാൻ അതിന് ചോദിക്കുന്നത് ഫോട്ടോ നമ്മുടെ ചുമരിലുള്ള അതിന്റെ ഫോട്ടോ പ്ലഗ് ഉണ്ടല്ലോ, എന്തെങ്കിലും ഉണ്ടോ? അതിലേക്ക്. അതിന്റെ ഫോട്ടോ ഞങ്ങൾ ഫോട്ടോ ഇട്ട് തന്നേക്കാം. അഡോപ്റ്ററിന്റെ യൂണിവേഴ്സൽ അഡോപ്റ്ററിന്റെ ഫോട്ടോ ഞങ്ങൾ ഇട്ട് തന്നേക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും പെട്ടെന്ന്. യൂഷ്വലി അത് റൗണ്ട് പിന്നായിരിക്കുമല്ലോ, അത് ഉള്ളിൽ പോകാം. ബട്ട് 2 പിന്നായിരിക്കുന്നത്, 3 പിന്നായിരിക്കില്ല. അതാണ് നിങ്ങൾ. 3 പിന്നല്ല, 2 പിന്നാണ്. പിന്നും റൗണ്ട് ആണ്. പക്ഷെ അതിന്റെ സോക്കറ്റ് ചിലത് റൗണ്ട് ആയിട്ട് തന്നെ വരുന്നത് അവിടെ ഉള്ള പിന്നിന്റെ. അപ്പൊ ചില ഹോട്ടലിൽ ഇത് കറക്റ്റ് ആയിട്ട് കയറില്ല. നമുക്ക് ഫുള്ള് പിന്നെ പ്ലഗിനകത്ത് കയറണ്ടേ. ചില സമയത്ത് കയറില്ല. അതുകൊണ്ടാണ് യൂണിവേഴ്സൽ അഡാപ്റ്റർ നല്ലതാണ്. അത് വാങ്ങി വെച്ചാൽ ഇൻ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എല്ലാ ടൂർ പോകുമ്പോഴും ഇതേ യൂണിവേഴ്സൽ അഡാപ്റ്റർ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ട്രാവലേഴ്സ് മനസ്സിലായി. വാങ്ങി വെക്കുന്നത് വളരെ നല്ലതാണ്. അതിന്റെ ഒരു പിക്ചർ ഞങ്ങൾ ഇട്ടേക്കാം. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ 4-5 hours ഒക്കെ കണ്ടിന്യൂസ് ബസ്സിൽ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ പിന്നെ ബ്രേക്ക് തരും. അതിനിടയിൽ ബ്രേക്ക് വാഷ്റൂം ബ്രേക്ക് എടുക്കുമല്ലോ അല്ലെ? തീർച്ചയായിട്ടും കൊടുക്കൂല്ലേ? തരും. ഓക്കെ. കൊട ആവശ്യമാണ് അല്ലേ? കൊട മഴ ആവശ്യമാണ്. മഴ ഇനി പെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഡയബറ്റിക് ആണ്. അപ്പൊ സ്നാക്സ് എന്ന് പറഞ്ഞാൽ പെരിഷബിൾ അല്ലാത്ത സ്നാക്സ് കൊണ്ടുവരണം അല്ലേ? ലൈക്ക് അതെ അതെ, നട്ട്സ്. നട്ട്സ് ഏറ്റവും നല്ല നട്ട്സ് ആണ്. ഓക്കെ. അപ്പൊ ഇൻസുലിൻ കീപ്പ് ചെയ്യാനുള്ളതൊക്കെ അവിടെ ഉണ്ടാവുമല്ലോ, ചെറിയ ഫ്രിഡ്ജോ അങ്ങനെ എന്തെങ്കിലും? നിങ്ങൾക്ക് ഇൻഫ്ലൈറ്റ് ഇൻസുലിൻ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ഇൻ ചെയ്യുന്ന മാനേജറിന്റെ കൗണ്ടറിൽ ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് ആ ചെക്ക് ഇൻ സ്റ്റാഫിന്റെ അടുത്ത് പറയണേ എന്റെ കയ്യിൽ ഇൻസുലിൻ ഉണ്ടെന്നുള്ളത് നമ്മൾ ആദ്യമേ ഡിക്ലെയർ ചെയ്യണം. ഇൻഫ്ലൈറ്റ് നിങ്ങൾക്ക് ഇൻസുലിൻ എടുക്കേണ്ട ആവശ്യം വരികയാണെങ്കിൽ നിങ്ങൾ ഫ്ലൈറ്റിൽ ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് കൗണ്ടറിൽ സ്റ്റാഫിന്റെ അടുത്ത് പറഞ്ഞാൽ എന്റെ കയ്യിൽ ഇൻസുലിൻ ഉണ്ട്, അത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ചില സമയത്ത് അവർ തുറന്നു കാണിക്കാൻ പറയും. അപ്പൊ നമ്മൾ തുറന്നു കാണിക്കും. നമ്മളൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നില്ലേ? ഇപ്പൊ എങ്ങനെയാണ്? ഓക്കെ, വാട്സ്ആപ്പ് ഗ്രൂപ്പ് അടുത്ത ദിവസങ്ങളിൽ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. എന്താ പേര്? യു ആർ ദി ഗൈഡ് അല്ലേ? ടൂർ മാനേജറായിട്ട് വരുന്നത്. എന്റെ പേര് ഷിനോജ്, SHINOJ, ഷിനോജ്. ഓക്കെ, താങ്ക് യു. നമ്മളിപ്പോ ഏതൊക്കെ കൺട്രീസ് ആണ് ശരിക്കും പോകുന്നത്? ഏതൊക്കെയാണ് കൺട്രീസ്? ഫസ്റ്റ് പോകുന്നത് പാരീസ് അല്ലേ? ഫ്രാൻസിലാണ് പോകുന്നത്. ദെൻ ഫ്രാൻസ്, പിന്നെ ബെൽജിയം ആണ് നെതർലാൻഡ്സ് പോകുന്നത്. ദെൻ ജർമ്മനി, ദെൻ സ്വിറ്റ്സർലാൻഡ്. ബെൽജിയം, നെതർലാൻഡ് അല്ലേ? ബെൽജിയം, നെതർലാൻഡ്സ്, ജർമ്മനി, ദെൻ സ്വിറ്റ്സർലാൻഡ്. നിങ്ങൾ ഓരോരോ പ്ലേസിലെ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. അവിടെ മാത്രമേ പോകുള്ളൂ അല്ലെ? ഫ്രാൻസില് പാരീസ് മാത്രം, മറ്റേത് ബ്രസൽസ് മാത്രം, പിന്നെ ആംസ്റ്റർഡാം മാത്രം, ഫ്രാങ്ക്ഫർട്ട് മാത്രം, സൂറിക്, മറ്റേ ജർമ്മനിയിലെ കൊളോണും വേറെ പ്ലേസസ് ഒന്നും ഇല്ലല്ലോ അല്ലെ? ഐറ്ററി കിട്ടിയിട്ടില്ലേ? ഓരോരോ പ്ലേസേ ഉള്ളൂ അല്ലെ? അതെ. ചെറിയൊരു ടൂറാണ്, ഒരു 8 ഡേയ്സിന്റെ ടൂറാണ്. നമ്മൾ ഏറ്റവും യൂറോപ്പ് നോർമലി 15 ഡേയ്സ് 16 ഡേയ്സ് ആണ് നോർമൽ യൂറോപ്പ് ടൂർ വരുന്നത്. ഇത് നമ്മൾ വളരെ ഏറ്റവും ബെസ്റ്റ് പ്ലേസസ് മാത്രം വിസിറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ടൂറാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് മീത്തു ആണ്. നമുക്കിപ്പോ മൗണ്ട് ടിറ്റ്ലിസിലെ അവിടെ ഈ ബോട്ട്സ് ഒക്കെ റെന്റിന് കിട്ടുമോ? അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ടോ അവിടെ? അവിടെ റെന്റിന് കിട്ടുന്ന ഓപ്ഷൻ ഇപ്പൊ ഇല്ല. ആദ്യം ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. കാശ്മീരെല്ലാം അങ്ങനെ കൊടുക്കുന്നുണ്ട്, പക്ഷെ മൗണ്ട് ടിറ്റ്ലിസിൽ അങ്ങനെ റെന്റ് കൊടുക്കുന്ന ഓപ്ഷൻസ് ഇല്ല.
ഓക്കെ. ഒരു കാര്യം കൂടെ, നമ്മളിപ്പം 3 അഡൽട്ടും ഒരു ചൈൽഡ് വിത്തൗട്ട് ബെഡാ വരുന്നത്. അപ്പൊ നമുക്ക് സെയിം റൂം തന്നെയല്ലേ പ്രൊവൈഡ് ചെയ്യുക? സെയിം റൂം തന്നെയാണ്. 3 അഡൽട്ടിനും ഒരു ചൈൽഡ് വിത്തൗട്ട് ബെഡിനും സെയിം റൂം. സെയിം റൂം തന്നെയാണ്. ഓക്കെ ഓക്കെ. യൂറോ വേണ്ടത്ര നമ്മള് യൂറോ ആയി തന്നെ കയ്യിൽ വെക്കുകയായിരിക്കും നല്ലത് അല്ലേ? അതെ, നമ്മൾ നാട്ടിൽ തന്നെ യൂറോ മാറിയിട്ട് യൂറോ ആയിട്ട് തന്നെ നിങ്ങൾക്ക് കൊണ്ടുപോകാനാണ്. എല്ലാ ഫോറക്സ് കാർഡായി കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. ഫോറക്സ് കാർഡ് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഫോറക്സ് കാർഡിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ATM അന്വേഷിച്ച് നടക്കേണ്ടി വരും. നമ്മുടെ നാട്ടിലെ പോലെ ഒത്തിരി ATMs ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഫോറക്സ് കാർഡ് ഏതെങ്കിലും ഷോപ്പിങ്ങിന് പോകുന്ന സമയത്ത് എന്നാൽ വലിയ ഷോപ്പിംഗ് മാൾ അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് കൊടുക്കുന്നത് സ്വിറ്റ്സർലാൻഡിൽ കാസഗ്രൻഡ എന്ന് പറഞ്ഞ ഷോപ്പിലാണ് കൊടുക്കുന്നത്. അവിടെയെല്ലാം കാർഡ് ആക്സെപ്റ്റ് ചെയ്യും. പക്ഷെ ചെറിയ നമ്മൾ സുവീനിയേഴ്സ് ഒക്കെ സ്ട്രീറ്റിൽ വാങ്ങുന്നവരടുത്തൊന്നും കാർഡ് നടക്കില്ല. അപ്പൊ നമ്മൾ കറൻസി തന്നെ കൊടുക്കണം. ഈവൻ ബാത്റൂമിൽ പോകുമ്പോഴും കറൻസി തന്നെ കൊടുക്കേണ്ടി വരും. അവിടെ കറൻസി തന്നെ കൊടുക്കേണ്ടി വരും. അയ്യോ, അതാണ് ഒരു വലിയ വലിയ വിഷയമല്ലേ. ഈ ബാത്റൂമിൽ പോകാൻ 5-10 ദിവസം ബാത്റൂമിൽ പോകുമ്പോൾ തന്നെ വലിയ കറൻസി തന്നെ കൊടുക്കേണ്ടത്. യൂറോപ്പ് കഴിഞ്ഞ അതൊരു വലിയൊരു എമൗണ്ട് യൂസ്ഡ് ആവും. നമ്മൾ ഇത്ര നാൾ ഫാർ ഈസ്റ്റ് ഫ്രീ ആയിരുന്നു. പക്ഷെ നമ്മൾ ഈ ടൂറിൽ നിന്ന് പറഞ്ഞ ഫാർ ഈസ്റ്റ് ടു യൂറോപ്പ് എന്ന് പറയുന്നത് ടൂർ അപ്ഗ്രേഡ് ആണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ബാത്റൂം അപ്ഗ്രേഡ് ആണ്. ഇനി നിങ്ങൾ US പോവും, അന്റാർട്ടിക്ക പോവും, ഇവിടെയൊക്കെ നമ്മൾ ഇനി വാഷ്റൂം പേബിൾ ആയിരിക്കും. അതെ. അതല്ല, നമ്മള് ലഞ്ച് കഴിക്കാൻ കാരണം ഹോട്ടലില് അല്ല, അവിടെയൊക്കെ ഫ്രീ ആണ്. നമ്മൾ ലഞ്ച് കഴിക്കുന്നിടത്തെല്ലാം ഫ്രീ ആണ്. നമ്മൾ ഹോട്ടലിൽ ഫ്രീ ആണ്. പക്ഷെ നമ്മൾ NPTV നമ്മൾ പോകുന്നില്ല. യാത്രയുടെ ഇടയിൽ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റ് ഗ്യാസ് സ്റ്റേഷനിലായിരിക്കും വണ്ടി നിർത്തുന്നത്. അതിനടുത്തൊരു സൂപ്പർ മാർക്കറ്റ് എന്തെങ്കിലും ഉണ്ടാവും. അവിടെ ആണ് നമ്മൾ വാഷ്റൂം കൊടുക്കുന്നത്. അവിടെ ചാർജബിൾ ആയിരിക്കും. ഇതിപ്പോ സപ്പോസ് നമ്മുടെ ഒരു 100 യൂറോ ആണ് ഉണ്ടാവുക കരുതിക്കോ. 100 യൂറോ ഒക്കെ വരുമ്പോഴേ അതിപ്പോ ചേഞ്ച് അവിടെ നിന്ന് കിട്ടുമോ? അല്ല, നമ്മൾ ഇവിടെ ഇന്നലെയൊക്കെ പോയപ്പോ യൂണിമണിയിലൊന്നും അവരുടെ അടുത്ത് പിന്നെ ഈ ഇയർ എൻഡിങ് ആയതുകൊണ്ട് യൂറോ ഒറ്റ 100 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവരുടെ അടുത്ത്. അപ്പൊ അത് അവിടെ നിന്ന് ചേഞ്ച് ആകാൻ പറ്റുമല്ലോ അല്ലേ? ചേഞ്ച് ആക്കാൻ പറ്റും. സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ചെറിയ സ്നാക്സ് എന്തെങ്കിലും ഭയങ്കര ചേഞ്ച് ആക്കാൻ പറ്റും. ആണല്ലേ? അതിപ്പോ കാർഡ് യൂഷ്വലി ഇപ്പൊ നമ്മുടെ കയ്യിൽ പൗണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുമോ അവിടെ? അത് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റില്ല സാറേ. അവിടെ യൂറോ മാത്രമേ എടുക്കുള്ളൂ. സ്വിറ്റ്സർലാൻഡിൽ യൂറോ അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ തിരിച്ചു തരുന്നത് സ്വിസ് ഫ്രാങ്കിലായിരിക്കും. മെയിൻ കറൻസി യൂറോ തന്നെയാണ്. യൂറോ തന്നെ വേണം. അപ്പൊ ഡോളർ കൊടുത്താലും അവര് മാറ്റി തരില്ല, യൂറോ തന്നെ കൊടുക്കണം. ഇവിടെ നിന്ന് തന്നെ നമ്മൾ യൂറോ കൊണ്ടുപോകണം. സാർ, ഏകദേശം എത്ര രൂപയ്ക്കുള്ള യൂറോ നമ്മൾ കയ്യിൽ കരുതേണ്ടി വരും മിനിമം? ഞാനത് മീറ്റിംഗിൽ പറഞ്ഞിരുന്നു. നമുക്ക് അധികം ഒരു ഫാമിലി ആയിട്ടൊക്കെ വരികയാണെങ്കിൽ 500 യൂറോ സഫീഷ്യന്റ് ആണ്. ഇനി നിങ്ങൾ 500 യൂറോ കൊണ്ട് നിങ്ങൾക്ക് അത്ര സ്പെൻഡ് ആയി ചെയ്യാൻ പറ്റിയത് 100 യൂറോ സ്പെൻഡ് ചെയ്തോളൂ. ബാക്കി 400 യൂറോ ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് സ്വാഭാവികമായിട്ട് നാട്ടിൽ വന്ന് നമുക്ക് INR ആക്കി മാറ്റി എടുക്കാവുന്ന കേസേ ഉള്ളൂ. അതങ്ങനെ ചെയ്യാവുന്നുള്ളൂ. ഇപ്പൊ എപ്പോഴും എടുക്കുമ്പോൾ ഒരു 500 യൂറോ മിനിമം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ കൺവീനിയന്റ് ആയിരിക്കും. ഇനിയിപ്പോ അത് ബാലൻസ് ഇട്ടിട്ട് നമുക്ക് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് മാറ്റി എടുക്കാവുന്ന INR ആക്കാവുന്നുള്ളൂ. ക്ലിയർ ആയില്ല, ചോദിച്ചോളൂ. എയർപോർട്ടിൽ മാറ്റാൻ പറ്റില്ലേ? കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് നിങ്ങൾക്ക് യൂറോ വാങ്ങാൻ പറ്റും. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പാൻ കാർഡ് കൊണ്ടുവന്നാൽ മതി. പാൻ കാർഡ് എടുക്കണം. പാൻ കാർഡ് അവർ ചോദിക്കും. അവിടെ നിങ്ങൾ ഇന്ത്യൻ റുപ്പി കൊടുത്തു കഴിഞ്ഞിട്ട് യൂറോ ആക്കണം. അപ്പൊ നമ്മള് ബാങ്കിലാണോ മാറ്റുന്നത് അല്ല യൂറോ മാറ്റുന്നത്? എയർപോർട്ടിൽ മാറ്റിയാൽ മതിയാ? നമുക്ക് ഇവിടെ നിന്ന് മാറ്റിയിട്ട് പോകുന്നത് നല്ലത്. ഫോറിൻ എക്സ്ചേഞ്ച് ഒത്തിരി സ്ഥലങ്ങളിലുണ്ട്. നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും ഫോറിൻ എക്സ്ചേഞ്ച് ഉണ്ട്. അവിടെ യൂണിയൻ മണി യൂണിയൻ മണി ഉണ്ട്. നിങ്ങൾക്ക് തന്നെ അവിടെ അസിസ്റ്റ് ചെയ്യാൻ ആരും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ നിങ്ങളെ യൂറോ വീട്ടിൽ വരൂ, സ്റ്റാഫിനെ കോൺടാക്ട് ചെയ്യുന്ന അവർ അസിസ്റ്റ് ചെയ്യും. ലോക്കലി ഏതെങ്കിലും ഫോറിൻ എക്സ്ചേഞ്ച് അതിപ്പോ എന്താ വെച്ചാൽ ഇപ്പൊ മന്ത് ഇയർ എൻഡിങ് ഫിനാൻഷ്യൽ ഇയർ എൻഡിങ് ആയതുകൊണ്ട് എവിടെയും യൂറോ എയർപോർട്ടിൽ നിങ്ങൾ എമിഗ്രേഷൻ ചെയ്യുന്നതിന് മുന്നേ അവിടെ ഒത്തിരി കൗണ്ടേഴ്സ് ഉണ്ട്. യൂണിയൻ മണിയുടെ SBI ഒക്കെ കൗണ്ടേഴ്സ് ഉണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് യൂറോ മാറ്റാവുന്നതാണ്. പാൻ കാർഡ് നിർബന്ധമായിട്ട് എടുക്കണം. അവർ പാൻ കാർഡ് ചോദിക്കും. ഓക്കെ. വിന്റർ കോട്ടിനെ കുറിച്ച് ബോട്ടിനെ കുറിച്ച് ഒന്ന് പറയാ. ഐസ് ബോട്ട് തോന്നില്ലേ? അത് രണ്ടോന്ന് പറയോ? സാറേ,
വിന്റർ കോട്ടിനെ കുറിച്ചും ബൂട്ടിനെ കുറിച്ചും ഐസിൽ അതിന് ഒന്നും കൂടെ ഒന്ന് പറയുമോ, എന്താണ് മനസ്സിലായില്ല. വിന്റർ കോട്ട് ഞാൻ പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ വെതർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും തണുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ നമ്മൾ പോകുന്ന ഫ്രാൻസ്, സ്വിറ്റ്സർലാൻഡിൽ മൗണ്ട് ഇറ്റ്ലിസ് ഒഴികെ ബാക്കി എല്ലാ സ്ഥലത്തും ഏറ്റവും തണുപ്പ് എന്ന് പറഞ്ഞാൽ 5 ഡിഗ്രി 5 ഡിഗ്രി വരെ വരുള്ളൂ. പക്ഷെ നമ്മൾ മൗണ്ട് ഇറ്റ്ലിസ് എന്ന് പറയുന്ന ഒരു മൗണ്ടൈൻ ഉണ്ട് സ്വിറ്റ്സർലാൻഡില്. അവിടെ മൈനസ് ആണ് ടെമ്പറേച്ചർ, സ്നോ ആണ് ഫുള്ള്. അപ്പൊ അവിടെ മൈനസ് ആയിരിക്കും. അപ്പൊ അവിടെ വരുമ്പോൾ മാത്രം നമുക്ക് നോർമൽ ഒരു സാധാ ഒരു ജാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് തണുപ്പിൽ നിന്ന് പ്രതിരോധിക്കാൻ പറ്റില്ല. അവിടെ നമുക്ക് ഇത്തിരി കട്ടിയുള്ള ജാക്കറ്റ്. അവിടത്തേക്കാണ് ബൂട്ടിന്റെ ആവശ്യം പറഞ്ഞല്ലേ. അവിടെ ബൂട്ട് നിർബന്ധമൊന്നുമില്ല. ഞാൻ പറഞ്ഞാൽ ചിലവരുടെ കയ്യിൽ കാശ്മീർ പോയാലൊക്കെ ബൂട്ട്സ് ഇരിക്കുന്നുണ്ടോ. സ്നോ ബൂട്ടിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നോയില് അത് ഇട്ട് നടക്കാൻ ഈസി ആയിരിക്കും, സ്ലിപ്പ് ആവില്ല. നമ്മുടെ നോർമൽ ഷൂസിന്റെ അടിഭാഗവും സ്നോയിൽ ചവിട്ടുമ്പോൾ ചെറിയ രീതിയിൽ സ്ലിപ്പ് ആവും. പക്ഷെ സ്നോ ബൂട്ടാണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് സ്നോയുടെ മുകളിൽ കൂടെ നടക്കാൻ പറ്റും. പക്ഷെ അതിന് വേണ്ടി ഒരു സ്നോ ബൂട്ട് വാങ്ങേണ്ട ആവശ്യമില്ല. നമുക്കൊരു 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ നമ്മൾ മൗണ്ട് ഇറ്റ്ലസിന്റെ മുകളിൽ ഉണ്ടാവുള്ളൂ. നമുക്ക് അത്ര നേരം നിൽക്കാൻ ആ വെതർ കണ്ടീഷനിൽ പറ്റുള്ളൂ. അതിന് വേണ്ടി ഒരു വലിയൊരു എമൗണ്ട് മുടക്കേണ്ട കാര്യമില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുന്നത് നല്ലതായിരിക്കും, ഓൾറെഡി ഉള്ളവരാണെങ്കിൽ. ക്ലിയർ അല്ലേ? നമ്മള് യാത്ര ചെയ്ത ബസ്സിൽ ടോയ്ലറ്റ് ഫെസിലിറ്റി ഉള്ളതാണോ? ഇല്ല, അത് ഡ്രൈവർ ഓൺലി ഫോർ ഡ്രൈവർ ആണ്, അവർ തരില്ല. ഫെസിലിറ്റി ഉണ്ട്, പക്ഷെ they won't allow അല്ലേ എന്നാണ് പറയുന്നത്. That is only for drivers purpose. അല്ല, പൊതുവെ നോർമലി ടീഷർട്ടും പാൻസും ഒക്കെ ഇടാൻ പറ്റൂലേ ബാക്കിയുള്ള വീക്ക് ഡേ മോർണിംഗ് ഈവനിങ്ങില്? മതിയാവും സാർ, അത് കുഴപ്പമില്ല. ഞാൻ പറയുന്നത് നോർമൽ ടീഷർട്ടും ജീൻസും മതി. ഒരു കോട്ട് ജസ്റ്റ് നമുക്ക് വേണം, ഒരു പുള്ളോവറോ അല്ലെങ്കിൽ ചെറിയൊരു കോട്ട് വേണം. കാരണം വെച്ചാൽ ചില സമയത്ത് കാറ്റ് വീശി കഴിഞ്ഞാൽ ഇപ്പോൾ 5 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചില സമയത്ത് നമുക്ക് ഒരു മൈനസിന്റെ ഒരു ഫീലിംഗ് വരും. അതുകൊണ്ട് ഒരു കോട്ട് സാധാരണ തെർമൽ ഉണ്ട്. തെർമൽസിന്റെ മേലെ നമുക്ക് പാൻറ് ഇതിട്ട് കഴിഞ്ഞാൽ ഒരു ഓവർ കോട്ട് ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ലല്ലോ. അത് മതി, നോർമൽ ടെമ്പറേച്ചർ 5 ഡിഗ്രിക്ക് അത് മതി. പക്ഷെ മൗണ്ട് ഇറ്റ്ലിസ് പോകുന്ന സമയത്ത് മൗണ്ട് ടെക്ലിസിന് മാത്രമാണ് ഹൈ ആൾട്ടിറ്റ്യൂഡ് ആണോ? ഹൈ ആൾട്ടിറ്റ്യൂഡ് അല്ലല്ലോ, ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ ആണോ? ഹൈ ഓൾട്ടിറ്റ്യൂഡ് ആണ്, 10,000 ഫീറ്റ് അബോവ് ആണ് സീ ലെവലാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ അത് ഓക്സിജൻ ലെവലിലും പ്രശ്നം ഉണ്ടാവില്ലല്ലോ അല്ലെ? ഇല്ല. കാരണം നമ്മൾ മാത്രമല്ല, ആയിരക്കണക്കിന് പേര് അതിന്റെ മൗണ്ട് ഇറ്റ്ലിസിന്റെ മുകളിൽ ഉണ്ടാവും ഒരേ സമയത്ത്. നോ ഇഷ്യൂ. അതേപോലെ എന്റെ പേര് നിമ്മി എന്നാണ്. ഞങ്ങൾ ജോയിൻ ചെയ്യുന്നത് ദുബായിൽ നിന്നാണ്. പറഞ്ഞിരുന്നു. ഓക്കെ. അപ്പം എനിക്ക് തോന്നുന്നു 8 o'clock അവിടെ എത്തുന്നുണ്ട്. അപ്പൊ എങ്ങനെയായിരിക്കും നമ്മൾ മീറ്റ് ചെയ്യേണ്ടതൊക്കെ? മാഡം 8 o'clock ഏത് ടൈം എത്തുന്നത്? മോർണിംഗ് 8 o'clock? അല്ലല്ല, ഇവിടുന്ന് ദുബായിന്ന് ഉച്ചക്ക് 1 o'clock, രാത്രി 8 o'clock ഫ്രാൻസിലെത്തുന്നു. നേരെ ഇമിഗ്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒമാൻ എയറിന്റെ ബെൽറ്റ് ഉണ്ട്, ലഗേജ് വരുന്ന ബെൽറ്റ്. അവിടെ ലഗേജ് എടുത്തതിന് ശേഷം ഒമാൻ എയറിന്റെ ലഗേജ് വരുന്ന ബെൽറ്റിന്റെ അവിടെയാണ് ഗ്രൂപ്പ് എല്ലാവരും അവിടെ ഉണ്ടാവും. അവിടെ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഞങ്ങളായിരിക്കും അല്ലേ ഫസ്റ്റ് എത്തുന്നത്? ഇല്ല, ഒമാൻ എയറിന്റെ ടൈം 7:45 ആണ് കാണിക്കുന്നത്. മാഡം ടൈം പറഞ്ഞത് 8 o'clock അല്ലേ നൈറ്റ്? 8 o'clock ആണ്. 7:45 കാണിക്കുന്നത്. ആണ് ആദ്യം എത്തുന്നത്. അപ്പൊ അറിയില്ല ഇനിയിപ്പോ ഡിലേ വരുമോ ഒന്നും അറിയില്ല. അപ്പൊ എന്തായാലും മാഡം ഒമാൻ എയറിന്റെ ലഗേജ് ബെൽറ്റിന്റെ അവിടെ വെയിറ്റ് ചെയ്താൽ മതി. അവിടെ ഒന്ന് എന്നെ നമ്പറിലേക്ക് ഒന്ന് വിളിക്കുക. നമ്പർ എല്ലാം ഷെയർ ചെയ്യുന്നതായിരിക്കും, ഓഫീസിൽ നിന്ന് നമ്പർ ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ അവിടെ ഭയങ്കര ഈ പിക്ക് പോക്കറ്റിംഗ് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഫ്രാൻസ് മാത്രമല്ല എല്ലായിടത്തും പിക്ക് പോക്കറ്റിംഗ് ഉണ്ട്. അതെല്ലാം വളരെയധികം സൂക്ഷിക്കണം. അതെല്ലാം ഞാൻ ഇൻസ്ട്രക്ഷൻ ബസ്സിൽ വെച്ച് തരും. അല്ലെങ്കിൽ ഈ സെക്ഷൻ ഭയങ്കര ടൈമിംഗ് പോകും. പിക്ക് പോക്കറ്റിംഗ് എല്ലാം ഉണ്ട്. യൂറോപ്പാണ് നമ്മൾ സ്വർഗമൊന്നുമല്ല. അവിടെ ചെന്ന് കഴിയുമ്പോൾ പിക്ക് പോക്കറ്റിംഗ് ഹൈ പ്രൊഫഷണൽസ് ആണ്. പിക്ക് പോക്കറ്റിംഗ് എല്ലാം വളരെ സൂക്ഷിക്കണം. അതിന്റെ ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഞാൻ ബസ്സിൽ വെച്ച് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. തോമസ്, നമ്മൾ ഫ്ലൈറ്റിൽ എല്ലാ ലെഗിലും ഫുഡ് ഉണ്ടാവുമല്ലോ അല്ലേ? എല്ലാ ലെഗിലും ഫുഡ് ഉണ്ടാവും. ഹലോ, നമ്മള് പിന്നെ ചെല്ലണ ദിവസം നമുക്ക് ഈവനിങ് നൈറ്റില് ഒന്നും പ്രോഗ്രാം ഇല്ലല്ലോ അല്ലെ? ഇല്ല, ഡിന്നർ മാത്രമേ ഉള്ളൂ. പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മള് ഫസ്റ്റ് പിന്നെ സിറ്റി ടൂർ ആണ് അതോ ഐഫൽ ടവർ ആണ്? അത് കറന്റ് പോകുന്നിരിക്കുന്ന ഷെഡ്യൂൾ പ്രകാരം ഐഫൽ ടവർ ആണ്. നമുക്കത് ഫൈനലൈസ് ചെയ്തിട്ട് ഞാൻ നിങ്ങളുടെ ബസ്സിൽ എത്തിയതിനു ശേഷം അവിടെ വെച്ച് ഞാൻ ഐറ്റം ഫൈനൽ പറഞ്ഞു തരായിരിക്കും. ഓക്കെ, ക്ലിയർ ആയെങ്കിൽ ഞാനൊന്ന് സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്തോട്ടെ. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇവിടെ സെയിൽസ് സ്റ്റാഫിനെ വിളിച്ചാൽ മതി. ഒരു വിത്തിൻ 2 ഡേയ്സിനുള്ളിൽ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ മാത്രം വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് അയക്കുക.
വാട്സാപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം പിന്നീട് വിളിക്കേണ്ട കാര്യമില്ല. വാട്സാപ്പ് ഗ്രൂപ്പിൽ വോയിസ് മെസ്സേജോ ടെക്സ്റ്റ് മെസ്സേജോ ആയിട്ട് അയച്ചാൽ മതി. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സെയിം ക്വസ്റ്റ്യൻസ് തന്നെ ബാക്കിയുള്ളവർക്കും കൂടി അറിയാനുള്ള ആൻസർ അറിയാനുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും, ഒരു വാല്യബിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ വാട്സാപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം പിന്നെ വരുന്ന ഡൗട്ട്സ് എല്ലാം വാട്സാപ്പ് ഗ്രൂപ്പിൽ വോയിസ് മെസ്സേജോ ടെക്സ്റ്റ് മെസ്സേജോ ആയിട്ട് അയക്കുക. യൂണിവേഴ്സൽ അവിടെ അഡാപ്റ്ററിന്റെ പിക്ക് ഒന്നും നോക്കരുത്. യൂണിവേഴ്സൽ അഡാപ്റ്ററിന്റെ ഫോട്ടോസ് ഇട്ടേക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. യൂണിവേഴ്സൽ അഡാപ്റ്റർ ആയിട്ട് ബിന്ദു മേനോൻ മാഡത്തിനല്ല അറിയണ്ടേ? ആ, വേണുഗോപാലിനെ അയച്ചാലും മതി. വേണുഗോപാലിനെ അയച്ചാൽ മതി. വേണുഗോപാൽ. എല്ലാവർക്കും അത് ഇട്ടാൽ നന്നായിരിക്കും എന്താന്നുള്ളത് അറിയാൻ. ശരി, ഞാനും എന്തായാലും ചോദിച്ചിരുന്നു. വാട്സാപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത ശേഷം യൂണിവേഴ്സൽ അഡാപ്റ്ററിന്റെ ഇതും കൂടി അയക്കുന്നതായിരിക്കും. എത്രയും പെട്ടെന്ന് തന്നെ വാട്സാപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തേക്കാം. വാട്സാപ്പ് നമ്മുടെ ഗ്രൂപ്പ് 1 day 2 ഡേക്ക് ഓൺലി ഫോർ അഡ്മിൻ ആയിരിക്കും, അതിനുശേഷമായിരിക്കും ഓപ്പൺ ആക്കുന്നത്. ചെറിയൊരു ടെക്നിക്കൽ പ്രോബ്ലം ഉള്ളതിന്റെ പേരിലാണ്. അപ്പൊ എന്തായാലും പിക്ചർ പെട്ടെന്ന് തന്നെ ഇട്ടേക്കാം വാട്സാപ്പ് ഗ്രൂപ്പിൽ. ഇന്റർനാഷണൽ സിം ഇതിൽ നമ്മൾ എത്ര രൂപയുടെ ചാർജ് ചെയ്ത് വെക്കണം? ഇന്റർനാഷണൽ സിമ്മില് സർ, ഇന്റർനാഷണൽ സിം ആക്ടിവേറ്റ് ചെയ്തിട്ട് പാക്കേജ് ആണ്. നമ്മളത് ഒരു 3000 to 5000 പാക്കേജ് ഉണ്ടാവും. അത് ഓരോ സർവീസ് പ്രൊവൈഡർ ഡിഫറെന്റ് പാക്കേജസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് സർവീസ് പ്രൊവൈഡർ ആയിട്ടോ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ റീചാർജ് അത് ചെയ്യുന്ന എയർടെലിന്റെ ഉണ്ട്. എയർടെലിന്റെ 10 ദിവസത്തേക്കുള്ള ചാർജ് ചെയ്യുന്ന 1250 രൂപ ഉള്ള എയർടെൽ ഉണ്ട് 10 ഡേയ്സിലേക്ക്. അത് 30 കോൾ ടൈമും ഡാറ്റ ടൈമും കൂടി നോക്കണേ. ആ ചിലപ്പോ 200 മിനിറ്റോ കോൾ ടൈം ഉണ്ട്. ഓക്കെ ഫൈൻ, അത് മതി തരാം. ജിയോ കുഴപ്പമില്ലല്ലോ? ജിയോ കുഴപ്പമില്ല. ബെസ്റ്റ് ഓപ്ഷൻ വോഡാഫോൺ ഇന്ത്യയാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. ദെൻ എയർടെൽ, ദെൻ ജിയോ. BSNL ആരും ചാർജ് ചെയ്തിട്ട് വരരുത്. നമ്മുടെ കൂടെ മെഡിക്കൽ ടീം ഉണ്ടാവോ? എങ്ങനെ? നമ്മുടെ ബസ്സിലോ? നമ്മുടെ കൂടെ മെഡിക്കലായിട്ട് എന്തെങ്കിലും അർജന്റ് വരികയാണെങ്കിൽ അത് നോക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടാവോ? ഡോക്ടേഴ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവോ? ഗ്രൂപ്പിലേതെങ്കിലും ഡോക്ടേഴ്സ് ഉണ്ടോ? ഇപ്പൊ ആൻസർ ഒന്നും വന്നാൽ നമുക്ക് ബസ്സിൽ വെച്ച് അറിയാൻ പറ്റിയിരിക്കും. ഓ ശരി. അല്ലാതെ നമ്മള് ഇവര് ട്രാവൽ ഏജൻസി പ്രൊവൈഡ് ചെയ്യുന്നില്ല അല്ലേ മെഡിക്കൽ ടീമിനെ ഒന്നും? ഇല്ല. ഓക്കെ സാർ, അപ്പൊ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഇനി അപ്പോ വാട്സാപ്പ് ഗ്രൂപ്പ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ കൂടെ ചോദിക്കാമല്ലോ അല്ലേ? അല്ലെ ഉണ്ടാവുമല്ലോ? തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ മീറ്റിംഗിൽ എല്ലാവർക്കും നന്ദി. താങ്ക് യു വെരി മച്ച്. സി യു. ബൈ. വെരി മച്ച്. ഇയാളെ മൂത്രോടി കണ്ടല്ലോ, ഇഷ്ടമാവും.